തങ്ങൾ പഠിപ്പിക്കുകയാണ്, രണ്ട് തെറ്റുകളുണ്ട്. ആ രണ്ട് തെറ്റുകൾ ചെയ്താൽ ദുനിയാവിൽ തന്നെ അല്ലാഹു തആല അതിനുള്ള ശിക്ഷ കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏതാണ് ആ രണ്ട് തെറ്റ് എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ രണ്ട് തെറ്റുകളിൽ ഒന്നാമത്തത് അക്രമമാണ്. ഒരിക്കലും അക്രമം പാടില്ല, അക്രമം അരുത്. ക്രമത്തിനെതിരായി ചെയ്യുന്നതെല്ലാം അക്രമമാണ്. ആ അക്രമം ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചെയ്താൽ അതിനുള്ള ശിക്ഷ അല്ലാഹു തആല ആഖിറത്തിലേക്കല്ല നീട്ടിവെക്കുന്നത്. അവിടെ ഏതായാലും ശിക്ഷയുണ്ടെന്ന് ഉറപ്പാണല്ലോ. അതേ സമയത്ത് മനുഷ്യ, ദുനിയാവിൽ നീ അക്രമവുമായി നടന്നാൽ ആ അക്രമത്തിന്റെ പേരിൽ അല്ലാഹു തആല നിന്നെ ദുനിയാവിൽ തന്നെ ശിക്ഷിക്കും കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തെ തെറ്റേതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ തെറ്റേതാണെന്നറിയാമോ? അതാ ഉഖൂഖുൽ വാലിദൈൻ. മാതാപിതാക്കളെ ധിക്കരിച്ച് നടന്നാൽ, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ച് നടന്നാൽ അതിനുള്ള ശിക്ഷ നിനക്ക് ദുനിയാവിൽ തന്നെ അല്ലാഹു തരുമോ? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ആ മാതാപിതാക്കളുടെ ഗൗരവം മനസ്സിലാക്കാൻ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. ഓ, നിങ്ങളുടെ റബ്ബ് വിധിച്ചിരിക്കുന്നു ഒരു തീരുമാനം. ആ റബ്ബിന്റെ തീരുമാനം എന്താണ്? അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാൻ പാടില്ല, അല്ലാഹു അല്ലാത്തവരെ ഇബാദത്ത് എടുക്കാൻ പാടില്ല. അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഇത് പറഞ്ഞ ഉടനെ രണ്ടാമതായിട്ടുള്ളൊരു കാര്യം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഇത് പറഞ്ഞ ഉടനെ ഖുർആൻ പറഞ്ഞു, വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന സ്വഭാവം നിങ്ങളിൽ വേണം. ഏതെല്ലാം രൂപത്തിൽ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ കഴിയുന്നുവോ ആ എല്ലാ രൂപത്തിലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. എന്നിട്ട് ഖുർആൻ പറയുകയാണ്, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്. ആ ഉമ്മാക്ക് വാർദ്ധക്യമായാൽ, ആ ബാപ്പാക്ക് പ്രായമായാൽ, അല്ലെങ്കിൽ മാതാപിതാക്കളിൽപ്പെട്ട ഒരാൾക്ക് പ്രായമായാൽ നിങ്ങൾ അവിടെ വളരെ ശ്രദ്ധിക്കണം. അപ്പോഴും അവർക്ക് ഗുണം ചെയ്യുന്നതിൽ നമുക്കൊരു കുറവും വന്നുകൂടാ. അവരോട് സംസാരിക്കുന്നതിൽ നമുക്ക് ആവേശം കുറഞ്ഞുകൂടാ. അവരുടെ അടുത്ത് ഇരിക്കുന്നതിൽ നമുക്ക് ആവേശം കുറഞ്ഞുകൂടാ. പ്രായം ചെന്ന ബാപ്പ റോട്ടിലൂടെ നടക്കുമ്പോ, പ്രായം ചെന്ന ഉമ്മ വീട്ടിലിരിക്കുമ്പോ ഇതെന്റെ ഉമ്മയാണെന്ന് പറയാൻ ഒരു മടിയുമുണ്ടായിക്കൂടാ.